ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഈ കണക്കുകളെ സംബന്ധിച്ച് ജി ഡി പി ശരിയാണോ എന്ന് സംബന്ധിച്ച് പുതിയ കാലത്തിൽ പുതിയ വ്യാഖ്യാനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഏതായാലും ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ളത് ഈ GDP കണക്കുകൾ തന്നെയാണ്. ഇവിടെ നമുക്ക് ദേശീയ വിഷയങ്ങളിലേക്കും ക്ഷേമ പദ്ധതികളില്ലാതൊക്കെ നമുക്ക് ഒഴിവാക്കി വെക്കാം. അതിലേക്ക് നമ്മൾ വലിയ വിഷയങ്ങളിലേക്ക് ചർച്ചയ്ക്ക് പോകുന്നില്ല. കേരളം എന്ന് പറയുന്ന, നേരത്തെ പറഞ്ഞ പോലെ കേരളം ഇന്ത്യയുടെ ഭൂപടത്തിലുള്ള സ്ഥലമല്ലേ? കേരളം 21 ആവശ്യങ്ങൾ ധനമന്ത്രി അവിടെ ആവശ്യപ്പെട്ടിരുന്നു. വിഴിഞ്ഞം പദ്ധതി രാജ്യത്തിന് തന്നെ മാതൃകയായ പദ്ധതിയല്ലേ? രാജ്യത്തിന് സമ്പത്ത് കൊണ്ടുവരുന്നതല്ലേ? 1 രൂപ തന്നോ? ഒരു വായ്പ ചോദിച്ചിട്ട് അത് ഗ്രാൻഡ് ചോദിച്ചിട്ട് തിരിച്ചടയ്ക്കുന്ന വായ്പയായി തന്നതല്ലേ? ദേശീയപാത വികസനത്തിന് 6000 കോടി വേറെ ഏതെങ്കിലും സംസ്ഥാനം കൊടുത്തോ? ഇതെല്ലാം ഇരുന്നിട്ട് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസമാണല്ലോ സംസ്ഥാന സർക്കാർ ഇവിടെ ആ വയനാട് ദുരന്തബാധിതരുടെ വായ്പ കോടതിയിലടക്കം, കോടതിക്ക് വരെ പറയേണ്ടി വന്നു. എന്നിട്ടും ഇങ്ങനെ പറയേണ്ടി വരുന്ന എക്കണോമിക്സിൽ ഒരുപക്ഷെ ടീച്ചർക്ക് സംബന്ധിച്ച് ടീച്ചർ അതിൻ്റെ സാങ്കേതിക വശത്തിൽ ഊന്നിയാണ് സംസാരിക്കുക. എന്തിനാണ് ഈ കേരളത്തോടുള്ള ഈ വൈരമെന്ന് താങ്കൾക്ക് വിലയിരുത്താൻ കഴിയുന്നു? അല്ല, ഇവിടെ നമ്മൾ ഈ വയനാട് വായ്പയുടെ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ വയനാട് വായ്പയുടെ കാര്യത്തിൽ ഹൈക്കോടതി 10ഓ 12ഓ പ്രാവശ്യം കേന്ദ്ര സർക്കാരിനോട് അഫിഡവിറ്റ് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാം അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു അപകടത്തിന് സ്വാഭാവികമായിട്ട് തന്നെ അങ്ങനെ കടങ്ങൾ എഴുതി തള്ളാനുള്ള ഒരു നിയമവ്യവസ്ഥയുണ്ട്. പക്ഷേ അതിനെ മറികടക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആ നിയമം വരെ മാറ്റുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോൾ അത്രമാത്രം, അത് 18 കോടി രൂപയാണ് ഇപ്പോൾ ആ ഏറ്റെടുക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ആ ജനങ്ങളുടെ ഒരു 18 കോടി രൂപയുടെ ആവശ്യം പോലും, ആ വായ്പ പോലും എഴുതില്ല. ആ സ്ഥാനത്ത് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് കോർപ്പറേറ്റുകളുടെ, അതിസമ്പന്നരുടെ എത്രയോ ലക്ഷം കോടി രൂപ എഴുതി തള്ളിയതിൻ്റെ കണക്കുകൾ നമ്മൾ നിരന്തരം മീഡിയയിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യ മഹാരാജ്യത്തല്ല സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതിനിപ്പോൾ നമ്മൾ ഏതെങ്കിലും പദ്ധതിക്കകത്ത് കേരളം അങ്ങനെ ഉൾപ്പെടുന്നുണ്ട്, ഇങ്ങനെ ഉൾപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനകത്തൊരു അർത്ഥമില്ല. കാരണം ധനകാര്യമന്ത്രിമാർ ബഡ്ജറ്റ് അവതരണത്തിന് മുമ്പായിട്ട് കേന്ദ്ര ധനകാര്യമന്ത്രിയുമായി ആശയവിനിമയം നടത്താറുണ്ട്. അത് പ്രകാരം ശ്രീ KN ബാലഗോപാലൻ ഡൽഹിയിൽ പോയി നിർമ്മലാ സീതാരാമനുമായി ചർച്ച നടത്തി. അവിടെ പോയപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നിവേദനമായി മുന്നോട്ട് വെച്ചു. വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ പല ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ടുള്ള വിശദമായ നിവേദനം കൊടുത്തു. ആ നിവേദനം പൂർണ്ണമായിട്ട് ഒരു ദേശീയ ബഡ്ജറ്റിൽ പരിഗണിക്കാൻ കഴിയില്ല. ഓരോ സംസ്ഥാനവും അങ്ങനെ കൊടുക്കാറുണ്ട്. പക്ഷേ എന്തെങ്കിലും കാര്യത്തിന് പരിഗണന കിട്ടിയോ? എന്തെങ്കിലും ഒരു കാര്യത്തിന് പരിഗണന കേരളത്തിന് കിട്ടിയോ? ഇനി കേരളത്തിന് ഏറ്റവും ഒരു അർഹതപ്പെട്ടൊരു കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ 12 ദേശീയ ജലപാതകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ദേശീയ ജലപാതകൾ, അതായത് നമ്മുടെ ഉൾനാടൻ ജലപാത, ആ ഉൾനാടൻ ജലപാതയ്ക്ക് ഏറ്റവും വലിയ അർഹതയുള്ളൊരു സംസ്ഥാനം കേരളമല്ലേ? കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം പുഴകളും തോടുകളും നദികളും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് കിടക്കുകയല്ലേ? അത്തരത്തിലുള്ളൊരു ദേശീയ ജലപാത വികസനം കേരളം ഓൾറെഡി ഏറ്റെടുത്ത് മുമ്പോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ആ 12 പദ്ധതിയിൽ പോലും കേരളത്തിൻ്റെ ദേശീയ ജലപാത ഇടം പിടിക്കുന്നില്ല. അതുപോലെ തന്നെ കേരളം, നമ്മൾ വേറൊരു കാര്യം എടുക്കുക, ആയുർവേദത്തിൻ്റെ കാര്യത്തിൽ 3 എയിംസ്, ആയുർവേദം സ്പെഷ്യലൈസ് ചെയ്യുന്ന 3 ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആരംഭിക്കാനുള്ള ഇത് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം അവിടെ ഇല്ല. കേരളമാണല്ലോ ലോകത്ത് തന്നെ ആയുർവേദത്തിൻ്റെ ഒരു തറവാടെന്ന് പറയാവുന്ന. ഇപ്പോൾ ചൈനയൊക്കെ വലിയ തോതിൽ ആയുർവേദം എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിലും വളരെ ഇതായിട്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു ആയുർവേദ പാരമ്പര്യം ഉള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടുള്ളത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനമാണ്. അപ്പോൾ അത്തരത്തിലൊരു എയിംസിൻ്റെ കാര്യത്തിൽ കേരളത്തെ പരിഗണിച്ചിട്ടുണ്ടോ? ഇനി മറ്റ് പല കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ എവിടെയെങ്കിലും കേരളത്തെ പരിഗണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബഡ്ജറ്റിനകത്ത് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നേർ അവഗണനയുടെ ഇത് ഈ ബഡ്ജറ്റിൽ കാണുന്ന കാര്യമല്ല, മുൻകാല ബഡ്ജറ്റുകളിലും തത്തുല്യമായ സ്ഥിതി തന്നെയാണ്. പിന്നെ എല്ലാവർക്കും വീതം വയ്ക്കുമ്പോൾ കേരളത്തിന് എന്തെങ്കിലും കിട്ടും അങ്ങനെ പറയുന്നത് നമുക്ക് ഒരു ലോജിക്ക് വേണമെങ്കിൽ ആ ലോജിക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ പിന്നെ എന്തിനാണ് ധനമന്ത്രിയുമായിട്ട് ഡൽഹി പോയിട്ട് കാശ് മുടക്കി അവിടെ പോയിരുന്ന് ഈ വർത്തമാനം പറഞ്ഞു പോരുന്നത്?
അതൊന്നും ശരി, പരിഗണിക്കാനല്ലെങ്കിൽ അല്ല താങ്കൾക്ക് അപ്പോൾ തന്നെ മറുപടി വരാം. കേരളത്തെ താങ്കൾ പറഞ്ഞത് തന്നെയാണ് എന്തൊക്കെ വലിയ അവഗണന നേരിടും. ഉൾനാടൻ ജലഗതാഗത പദ്ധതി അടക്കം ആയുർവേദത്തിന്റെ പദ്ധതി അടക്കം അതിവേഗ ഇടനാഴി അടക്കം ചോദിച്ചിട്ടുണ്ട്, ഹൈസ്പീഡ് റെയിൽവേ അടക്കം കിട്ടിയിട്ടില്ല.